നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അവിടെ പോയി അന്വേഷിക്ക്. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഡോക്ടർ വന്നിട്ടില്ല. അങ്ങോട്ട് പോയേ. डॉक्टर को बुलावो। അവിടെ പോയിട്ട് ഉധർ പൂച്ചോ ഉധർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. മോഹനേട്ടന് മോളുമായിരിക്കും. റിസൾട്ട് കിട്ടി കാണും. എന്റെ പൊന്നു മീനാക്ഷി, ഇപ്പൊ അമിതാവശ്യം കാട്ടിയിട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടിയാലേ അവസാന നഷ്ടങ്ങളെ ഓർത്ത് കരയും. നിനക്ക് പോകാറായില്ലോടി, നേരെ ത്രിസന്ധി ആയല്ലോ. ഇല്ല, അത് പിന്നെ മോഹനേട്ടൻ വന്നിട്ട്. ഓ, ഇരുന്നോ പിള്ളേരെ, ഉണ്ണുമ്പം ഉചിതം വേണ്ടെന്ന. ആ, അതെങ്ങനെ? സന്ധ്യയ്ക്കൊരു നിലവിളക്ക് കത്തിച്ചു വെക്കുകയോ 10 നാമം ചൊല്ലിക്കുകയോ വേണ്ടേ? അതില്ലേ? ഓതിയിരിക്കേണ്ടടുത്ത് ചേട്ട കയറിയിരിക്കും. പിന്നെങ്ങനെ? ഓ, അപ്പൂപ്പൻ്റെ ബോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടാ, കൊച്ചിൻ്റെ പേര് ഞാൻ പിന്നെ വിട്ടുപോയല്ലോ. ജാനുവരിയോ ഫെബ്രുവരിയോ എന്തോന്ന്? ജനുവരി. ഓ, ജാതി മതം ഇല്ലാത്ത ഒരു പേരും പരിഷ്കാരം. ആ, അപ്പൂപ്പൻ എൻ്റെ കുഞ്ഞിനെ പങ്കിന്നേ വിളിക്കത്തുള്ളൂ. ഇഷ്ടമല്ല എനിക്ക്. ഓ, കെറിയിക്കാതെടി കൊച്ചെ. പങ്കിന്ന് വിളിച്ചാൽ പഴഞ്ചൻ, പിങ്കിന്ന് വിളിച്ചാൽ പരിഷ്കാരം. അപ്പൂപ്പനെ ഇനി എന്നെ ഒന്നും വിളിക്കണ്ട. ജാനു, സോറി അപ്പൂപ്പ. ഓ, വരവ് വെച്ചു. അച്ഛാ ഇനി കഴിച്ചിട്ടാവാം. ആ, ഒന്ന് കുളിച്ചിട്ടാട്ടെ. ഇതെന്താ ഈ മരത്തിനെ പറ്റി ആകെ ചുവന്ന്? ആ മരത്തിന് പൂ പിടിച്ചതാ. പൂ പിടിച്ചതോ അതോ തീ പിടിച്ചതോ? പൂ. പൂന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഫ്ലവർ. ഫയർ ഓഫ് ദ ഫോറസ്റ്റ് എന്നാ ഈ മരത്തിന്റെ പേര്. രണ്ടുപേര് പറഞ്ഞതും ശരിയാ. തീ പിടിച്ചതുപോലെ തോന്നും പൂ പിടിച്ചത് കണ്ടാൽ. തീ പിടിച്ചതുപോലെ തോന്നുമോ പൂ പിടിച്ചത് കണ്ട? കിടക്കാം. ബാ. ശിവ, ഉറങ്ങിയോടാ നീ? നിന്നോട് കുറച്ചു നേരം സംസാരിക്കണം. നിന്റെ കൂടെ 4 ദിവസം നിൽക്കണം. അതിനാ വന്നത്. പക്ഷേ നിൽക്കുന്നില്ല. നാളെ വെളുക്കുമ്പം തന്നെ പോവുക. എന്നതാ കാര്യം? എൻ്റെ കുഞ്ഞിനെ നെറിയും മുറിയും തൊട്ട് തീണ്ടിയിട്ടില്ല. എടാ, നിന്റെ തന്ത ഈ ഞാൻ ഒരുപാട് കളക്ടർമാരെയും മജിസ്ട്രേറ്റുമാരെയും കണ്ടതും കൂടിക്കലമ്പിയതുവാ. ഡെപ്യൂട്ടി കളക്ടറായിട്ടാ അടുത്തൂൺ പറ്റിയത്. ഒന്ന് വരമാറിയിരുന്നേൽ കളക്ടറുമായേനെ. പിടിവാദം പിടിച്ചിട്ടാണേലും നിന്നെ ഡോക്ടറുമാക്കി. അവിടം വരെ ഒത്തു. അത് കഴിഞ്ഞപ്പോൾ തന്തലഴിയായി. ജാതിയും മാറി, മതവും മാറി, കല്യാണം കൂടി. അച്ഛന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നു.
ഉണ്ടടാ, പറയാനുണ്ട്. നീ പാമ്പരട്ടോ, അവിടെ ഇരി. മോനെ, എൻ്റെ അച്ഛൻ്റെ നിന്റെ അപ്പൂപ്പൻ്റെ അടിക്കല്ലി പിഴുതവനാ ആ ഉദക്കുട്ടി. ആ അതുപോട്ടെ. ഈ മോഹനൻ്റെ അപ്പനും അവൻ്റെ അപ്പനപ്പൂപ്പന്മാരും നമ്മുടെ നാട്ടിലെ തോട്ടികളായിരുന്നു. എൻ്റെ വീട്ടിലും ആഫീസിലും ആദ്യം തീട്ടം കോരാനും പിന്നെ കക്കൂസ് കഴുകാനും വന്നിട്ടുണ്ട് യവൻ്റെ അപ്പൂപ്പൻ മോഹനും യവൻ്റെ അപ്പൻ കണ്ണദാസനും. ആ കൂട്ടക്കാരെയാ നീ പിടിച്ച് മടിയിലിരുത്തി ഊട്ടുന്നത്. ഇതൊന്നും കണ്ടോണ്ടേ അച്ഛനിവിടെ നിൽക്കത്തില്ല. എൻ്റെ മകൻ്റെ കൂടെ 4 നാൾ കഴിയാമെന്നുള്ളത് നടക്കാത്തൊരാശയാന്ന് കരുതി കണ്ണടയ്ക്കാനാവും എൻ്റെ വിധി. അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടില്ല. മരിച്ചു പോയതുകൊണ്ടല്ല, ഇറക്കി വിട്ടതുകൊണ്ട്. അല്ല, അപമാനം സഹിച്ചു മടുത്ത് ഇറങ്ങിപ്പോയതുകൊണ്ട്. തഹസിൽദാറായ മകന്റെ വീട്ടിൽ 4 ദിവസം കഴിയാൻ വേണ്ടി 70 കൊല്ലം പാടത്തും ചേറിലും ക്ലേശിച്ച കേശവൻ നായരെ ഓർക്കുന്നുണ്ടോ? ഇപ്പോഴും അറിയാമോ മരിച്ചോ, മരിച്ചെങ്കിൽ തന്നെ എവിടെ കിടന്ന്, എങ്ങനെ? ഇല്ലല്ലോ. പിന്നെ ഔദക്കുട്ടിയുടെ കാര്യം, അയാൾ അപ്പൂപ്പനെ ദ്രോഹിച്ചിട്ടുണ്ട്. അത് ആ 50 പറ നിലത്തിന് വേണ്ടിയാ. അത് കിട്ടിയ പിന്നെ അയാൾക്ക് കേശവൻ നായർ പ്രാണനായിരുന്നു. അയാളുടെ കൃഷിയുടെ മേലാവിയായിരുന്നു. അവിടുന്ന് പോന്നതാ മോൻ തഹസിൽദാരായെന്ന വീമ്പിന്. കിടക്കാനൊരു പാവിരിക്കാനിടം കൊടുത്തില്ലല്ലോ നിങ്ങള്. കുടുംബ മഹിമ പറയുന്നു. അച്ഛാ, എണീറ്റ് വാ. അവൻ പറഞ്ഞത് കേട്ടില്ല. തെറ്റെന്നാ ഉണ്ട്. തന്തയെ ഇറക്കി വിട്ടവനാ ഞാൻ. ഉള്ളത് തന്നെയാ. മോൾക്കറിയാവും, പരമ്പേക്കൂടെ ആരാണ്ട് പോകുന്ന കണ്ട് അപ്പൂപ്പനാന്നും പറഞ്ഞു പുറകെ പോയ അപ്പൂപ്പൻ്റെ പുന്നാര മോള് എൻ്റെ തങ്കം വെള്ളക്കെട്ടിൽ വീട് ഞങ്ങളെ ഇട്ടേച്ചു പോയി. പിന്നെ കൊല്ലം 14 കാത്തിരുന്നത്. അങ്ങനുണ്ടായതാ ഇവൻ. കൃഷിക്കാരന് മോനെ തഹസീൽദാരാക്കാൻ മോഹം. തഹസീൽദാർ മോഹിച്ചുപോയി മോനെ ഡോക്ടറാക്കാൻ. പാടില്ലായിരുന്നു. അവൻ്റെ പാടിനും പാട്ടിനും വിട്ടേച്ചാൽ മതിയായിരുന്നു. ഡോക്ടറായെന്ന് വെച്ച് ഇനിയിപ്പോൾ എഴുത്തുകാരനാകാൻ പറ്റത്തില്ലയോ മോളെ? മോളോടൊരു പിണക്കമില്ല കേട്ടോ. അച്ഛന് കണ്ണീര. നന്നായിരിക്കുന്നത് കാണുമ്പം പടമടാതെ കണ്ണീര. സന്തോഷം കൊണ്ട്. ഞാൻ ഈ വീട്ടിൽ താമസിക്കാത്തത് എന്താന്ന് മോക്കറിയാവോ? നിങ്ങളോടൊന്നുമുള്ള പിണക്കം കൊണ്ടല്ല. ഇതവൻ്റെ അമ്മയുടെ വകയാ. എൻ്റെ അച്ഛൻ ഇറങ്ങിപ്പോകാൻ കാരണമായത് അവളാ. പാവം, അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല. എന്നാലും അവളുടെ സ്വത്തും സൗഭാഗ്യവും അനുഭവിക്കാൻ ഒരു മടി, വേണ്ടെന്നൊരു തോന്നൽ. അച്ഛന് നല്ല വിഷമമുണ്ട്. വിഷമവും ദേഷ്യമൊന്നും ആരുടെയും സ്വകാര്യ സ്വത്തൊന്നും അല്ലല്ലോ. ശരിയാ, പക്ഷെ പ്രായം എത്രയായിന്ന് നോക്കണം. വിഷമിപ്പിച്ച് വിട്ടാൽ പിന്നെ അതാവും വിഷമം. ഇതൊക്കെ കാരണം എന്തെങ്കിലും പറ്റിയ ഒരിക്കലും മാറാത്ത വിഷമാവും. എൻ്റെ ജീവിതം എൻ്റെതല്ലാതാക്കി തീർത്തു. ചെറുപ്പത്തിൽ അപ്പൂപ്പനെ പറ്റി നാട്ടുകാരെല്ലാം പറയുന്ന കേട്ട് വലിയ കൃഷിക്കാരനാവാൻ മോഹിച്ചു. പിന്നെ വളർന്നു വന്നപ്പോൾ തകഴിലമ്മാവൻ്റെ കഥകൾ വായിച്ച് എഴുത്തുകാരനാവാൻ കൊതിച്ചു. ഒന്നും ആവാൻ സമ്മതിച്ചില്ല. ഒന്നും ആവാൻ. കൃഷിക്കാരൻ മകനെ കൃഷിക്കാരനാക്കാനല്ല മോഹിച്ചത്, അധികാരിയാക്കാനാ, തഹസിൽദാരാക്കാൻ. തഹസിൽദാർ മോഹിച്ചത് മകനെ ഡോക്ടറാക്കാനും. ഓരോ തലമുറയും മുന്നോട്ട് പോകാനല്ലേ അവരെല്ലാം ആഗ്രഹിച്ചത്. ഈ പുഴകളില്ലേ, പുഴകൾ, അത് മാത്രമാണെന്ന മുന്നോട്ട് പായുന്നത്. അതിന് കടലിൽ ചെന്ന് വീഴണം. പക്ഷേ ഈ മഴയുണ്ടല്ലോ, അത്
എന്ത് തോന്നിയാസ്യ? അത് കടലിൻ്റെ ഒപ്പം തുള്ളും, വെയിലിൻ്റെ ഒപ്പം പൊന്തും, കാറ്റിൻ്റെ ഒപ്പം പറക്കും. തോന്നിയിടത്തൊക്കെ വീഴും. ഏതു വഴിക്കൊഴുകിയാലും കടലിലെത്തുകയും ചെയ്യും. മുന്നോട്ട് പോകുന്നത് ശരിക്കും പിന്നോട്ട് പോക്ക് തന്നെയാ. അച്ഛനൊന്ന് ചോദിച്ചു, ഡോക്ടറായെന്ന് വെച്ചിനി എഴുത്തുകാരനാകാൻ പറ്റത്തില്ലയോ എന്ന്. ഞാനും ചോദിക്കുക, ഡോക്ടറായെന്ന് വെച്ചിനി കൃഷിക്കാരനാകാൻ പറ്റത്തില്ലയോ? ഡോക്ടറിൻ്റെ മോള് പക്ഷേ ചിത്രകാരിയാകാനാ പോക്ക്. അവളതിന് ഡോക്ടറുടെ മോള് മാത്രമല്ലല്ലോ, ടീച്ചറിൻ്റെ കൂടി മോളല്ലേ. വരയ്ക്കണമെങ്കിൽ വരയ്ക്കട്ടെ, പാടണമെങ്കിൽ പാടട്ടെ. അല്ല, ഇനി പറക്കണമെങ്കിൽ പറക്കട്ടെ. പറക്കട്ടെ. പക്ഷേ പറക്കാൻ തുടങ്ങുമ്പോഴേ തൂവലുകൾക്ക് തീ പിടിച്ചാലോ? സ്നേഹിയുടെ റിസൾട്ടുമായി മോഹനൻ വന്നതിൻ്റെ പിറ്റേന്ന് ഞാനും പറക്കുകയായിരുന്നു, ലാബുകളിൽ നിന്ന് ലാബുകളിലേക്ക്.